എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയത്തില് അടിയന്തരമായി സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ 4 എംപിമാർ രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിരുന്നു. വാസ്തവത്തിൽ ഞാൻ ഇന്നലെ രാത്രി തന്നെ നൽകി, പിന്നെ അത് പ്രസിദ്ധീകരിക്കാൻ കുറച്ച് വൈകിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പതിവ് പോലെ ആ വിഷയം ചർച്ചയ്ക്ക് എടുത്തില്ല. ഒരു സെക്കൻഡ് സംസാരിക്കാൻ അനുവദിച്ചു. പക്ഷേ എമ്പുരാൻ എന്ന് പറയുമ്പോഴത്തേനും അദ്ദേഹം ചെയർമാൻ ഇരിക്കാൻ പറയുകയും ചെയ്തു. എന്തായിരുന്നാലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വളരെ ഗൌരവപ്പെട്ട ഒരു പ്രശ്നമാണ്. ഗവൺമെന്റിന്റെ എല്ലാ ഏജൻസികളും കേന്ദ്ര ഗവൺമെന്റ് ദുരുപയോഗം ചെയ്യുന്നു എന്നൊരു വിഷയം കൂടി ഉയർത്താനാണ് ഞങ്ങൾ ശ്രമിച്ചത്. പക്ഷേ സഭയിൽ അത് ഫലപ്രദമായി അവതരിപ്പിക്കാൻ അനുവാദം തന്നില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള എംപിമാർ നോട്ടീസ് കൊടുക്കാത്തവരുൾപ്പെടെ ഇറങ്ങിപ്പോകുന്ന സ്ഥിതിയുണ്ടായി. പ്രഖ്യാപിച്ചുകൊണ്ടാണ് വാക്കൌട്ടിൽ നിന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. ഇപ്പോൾ 24 കട്ട് എന്ന് പറഞ്ഞാൽ സെൻസർ ബോർഡ് ഒരു പടത്തിനോട് ചെയ്യാൻ പറ്റാവുന്ന എല്ലാവിധ നീതികേടും ചെയ്തു എന്ന് മനസ്സിലാക്കാൻ. ഞാൻ സിനിമ കണ്ട ഒരാളാണ്. അതിനകത്ത് അതിന്റെ ചില സൗന്ദര്യാത്മകമായ ചില എഡിറ്റിംഗ് ഒക്കെ ഒഴികെ ബാക്കിയൊന്നിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊഴികെ ബാക്കി നടത്തിയതെല്ലാം തന്നെ അങ്ങേയറ്റ അപലപനീയമാണ്. ഇനിയിപ്പോ പുതിയ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് മുന്നോട്ട് പോകും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായി ഇറങ്ങിയിരിക്കുന്ന എല്ലാ സിനിമകളും നല്ലതുപോലെ പ്രദർശിപ്പിക്കാനാണ് ഇവർ മുൻകൈ എടുത്തിരുന്നത്. ഫ്രീ ആയി കാണിച്ചു, ടാക്സ് ഫ്രീ ആയിരുന്നു, പലയിടത്തും പ്രത്യേക പ്രദർശനം നടത്തി. ഇവിടെ നിന്നുള്ള പല എംപിമാർക്കും ഈ കേരളം എന്ന് പറഞ്ഞാൽ ഏതോ വലിയൊരു ജിഹാദിന്റെയും വലിയ അപകടം പിടിച്ചൊരു നാടായിട്ടാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ഈ ചില സിനിമകളാണ്. അപ്പൊ അതിനെതിരെ കൂടിയുള്ള വളരെ ഫിറ്റിംഗ് ആയ ഒരു സംഘപരിവാർ അജണ്ടയെ സംബന്ധിക്കുന്ന ഫിറ്റിംഗ് ആയ റിപ്ലൈ ആയിരുന്നു. വാസ്തവത്തിൽ അതിനകത്ത് ഈ മോദി അമിത്ഷാ എന്നുള്ള പദപ്രയോഗങ്ങളൊന്നുമില്ല. എന്നാൽ പോലും ഇവരാകെ അതിനകത്ത് ഭയചകിതരായി ഒരു പടത്തിനെ ഇങ്ങനെ ആക്രമിക്കുന്ന കാഴ്ച അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. എന്തായാലും ഞങ്ങൾ ശക്തമായി ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആലോചിക്കും. അല്ല, ഞാൻ ഒരു MP എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. CPI നിലപാടാണ് എന്നെ സ്വാധീനിക്കുന്നതും എന്നെ നിയന്ത്രിക്കുന്നതും. മറ്റ് സംഘടനകളൊക്കെ അഭിപ്രായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടാവാം. പക്ഷെ സാധാരണഗതിയിൽ ഞങ്ങൾ അത് സ്വീകരിക്കുന്ന ഒരു പ്രശ്നമില്ല. കാരണം ഞങ്ങളുടെ പാർട്ടി നിലപാടുകളും നയങ്ങളുമാണ് സ്വാധീനിക്കപ്പെടുക. വഖഫ് ബില്ലിന്റെ ഏറ്റവും പുതിയ രൂപം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആർക്കും ലഭ്യമായിട്ടില്ല. പഴയതുണ്ട്, അതിന്റെ JPC കൊടുത്ത കുറെ റെക്കമെൻഡേഷൻസ് ഉണ്ട്. പുതിയത് എന്താണെന്ന് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. പക്ഷെ JPC നടപടിക്രമങ്ങൾ ഏകപക്ഷീയമായിരുന്നുവെന്നും ഒരു നിർദ്ദേശം പോലും കാര്യമായി സ്വീകരിച്ചില്ല എന്നുള്ള ആക്ഷേപം ഇതിനകം ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് പുതിയ ബില്ലിനകത്ത് ഞാൻ കാതലായ എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് എതിർക്കേണ്ടി വരും. അവ ഞങ്ങൾ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പാർട്ടി എന്നുള്ള നിലയിൽ. ആ കാര്യത്തില് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട്, എന്റെ നിലപാടൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാണ്. എല്ലാ സംഘടനകൾക്കും അഭിപ്രായ പഠനങ്ങൾ നടത്താനുള്ള അവകാശങ്ങളുണ്ട്. അതൊക്കെ അവരുടെ സ്വന്തം കാര്യമാണ്. പക്ഷെ പരമാവധി രാഷ്ട്രീയവും മതവും കൂട്ടിക്കുഴക്കാതിരിക്കാനുള്ളതാണ് അഭികാമ്യമായിരിക്കുന്ന ഒരു കാര്യം. ഈ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം ക്രിസ്ത്യൻ, ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനെ ഒരു പ്രശ്നമായിട്ടൊന്നും ഞങ്ങൾ കണക്കാക്കുന്നില്ല. ഞങ്ങളതിന് നിലപാട് വ്യക്തമായി കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അംഗങ്ങളായിരിക്കുന്നവർക്കെല്ലാം തന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയാണ് അവർ നിയന്ത്രിക്കുന്നത്. ആ നിയന്ത്രണം തുടരുകയും ചെയ്യും. ഞങ്ങൾ അതിന് വിധേയമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ്. സഭയായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വഖഫ് ബില്ലിനെ സംബന്ധിച്ച് ഇതുവരെ വന്നിരിക്കുന്ന വിവരങ്ങളും ധാരണകളും വെച്ച് അതിനെ എതിർക്കാനാണ് CPI ഒരു പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് ഇടതു പാർട്ടികളുടെയും കോൺഗ്രസിന്റെയും നിലപാട് അത് തന്നെയാണെന്നാണ് ഞാൻ, ഇടതുപാർട്ടിയുടെ നിലപാട് അതാണ്, കോൺഗ്രസിന്റെ നിലപാട് അതാവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളിപ്പോ ഈ കാര്യത്തിനകത്ത് ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഓൾറെഡി വ്യക്തമായി കഴിഞ്ഞ കാര്യമാണ്. അല്ല, ഞാൻ അങ്ങനെയുള്ള ഈ കഠിനമായ പദപ്രയോഗങ്ങൾ നടത്താൻ മാത്രം മലയാളം അറിയുന്ന ഒരാളല്ല. എന്റെ ഒരു രീതി ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടുകളാണ് ഞങ്ങളെ സ്വാധീനിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. മറ്റുള്ള ധാരാളം അഭിപ്രായങ്ങൾ സമൂഹത്തിലുണ്ടാവും, അതെല്ലാം ഞങ്ങൾ കേൾക്കും. പക്ഷെ രാഷ്ട്രീയമായി ഞങ്ങളുടെ തീരുമാനമാണ് ഞങ്ങൾ നടപ്പാക്കുക.